കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പിൻവലിക്കാൻ പോലീസ്. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ഉടൻ നോട്ടീസ് പിൻവലിക്കുമെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് ചേരുന്നുണ്ട്. അനൽക, ഇത് പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ്? അത് സൂചിപ്പിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാക് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ, അതായത് ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 27-നകം ഇന്ത്യ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവിറക്കി. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റൂറൽ പോലീസ് ലിമിറ്റിൽ 3 പേരായിരുന്നു പൗരത്വമുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റൂറൽ പോലീസ് നൽകിയിട്ടുള്ള ഒരു നോട്ടീസാണ് പിൻവലിക്കാൻ ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് പിൻവലിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഹംസ ഉൾപ്പെടെയുള്ള 3 പേർക്കാണ്, വടകരയിലെ 2 പേരും കൊയിലാണ്ടിയിലുള്ള ഹംസയും ഉൾപ്പെടെ കോഴിക്കോട് റൂറൽ പോലീസ് ടീമിൽ 3 പേർക്കായിരുന്നു ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് ഉൾപ്പെടെ പിൻവലിക്കാനാണ് ഇത്തരത്തിൽ ധാരണയായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ഹംസ എന്ന് പറയുന്നത് 1965-ലാണ് ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അതിനുശേഷം 2007-ൽ തിരിച്ചു വന്നതിന് ശേഷം ഇത്തരത്തിൽ വീണ്ടും പൗരത്വത്തിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചു എന്ന ഒരു മറുപടി മാത്രമല്ല അത്തരത്തിൽ ഉദ്യോഗസ്ഥരടുത്ത് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് കൊയിലാണ്ടി SHOയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഖില, ശരി. കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചിരിക്കുന്നു. അനൽക സെയ്ദാണ് വിവരങ്ങൾ നൽകിയത്.